ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ. ഇന്ന് ഞാനൊരു ഈസി തക്കാളി രസത്തിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഉലുവ പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കടുക് ഇടുന്നത്. കാരണം ഉലുവ പൊട്ടാൻ കുറച്ച് ടൈം എടുക്കും. കടുക് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കടുക് മാത്രം കരിഞ്ഞും പോവും, ഉലുവ പൊട്ടത്തുമില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഉലുവ ഇടും. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്നിച്ചിടും. ഞാൻ വെളുത്തുള്ളി കുറച്ച് തൊലിയോട് കൂടി തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ തന്നെ ചതച്ചാണ് ഇടുന്നത്. ഇഞ്ചി തൊലി കളഞ്ഞും പച്ചമുളകും ഇടും. ഇനി അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ചെറിയ ജീരകവും കുരുമുളകും കൂടെ ക്രഷ് ചെയ്ത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇടികല്ലിലിട്ട് ഇടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് തക്കാളി. ഈ സമയത്ത് നിങ്ങൾ ചെറിയ ഉള്ളിയോ സവാളയോ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാവേ. ഞാനിപ്പോൾ തക്കാളി രസം ആയതുകൊണ്ട് തക്കാളി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിടും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, കായപ്പൊടി, ഇത്ര സാധനങ്ങളും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതൊന്ന് ഈ തക്കാളി ഒന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെച്ച് അതൊന്ന് വഴറ്റിയെടുക്കും. ഇനി അതിന് ശേഷം തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പുളിവെള്ളം ആഡ് ചെയ്യുവേ. പുളിവെള്ളം ഞാൻ ഓൾറെഡി പുളി ഒരു ചെറിയ കഷ്ണം എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് അരിച്ച് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പുളിയും ഇതൊക്കെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിനി ഈ സമയത്താണെങ്കിൽ ഉപ്പ് നോക്കും, എരിവ് നോക്കും, പുളി നോക്കും. ഇനി ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ, അതല്ല ശർക്കരയുടെ ഒരു കഷ്ണമാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യാവേ. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്യും. നല്ല ചാറായിട്ടുള്ള രസമാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം അധികം ആഡ് ചെയ്യാം. അതല്ല കുറുക്കിയ പോലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കും. മല്ലിയില ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പക്ഷേ എങ്കിൽ മല്ലിയില ഉള്ളതാണ് നല്ല രസം. ഇപ്പോൾ ഈ സമയത്ത് വേണം നിങ്ങൾക്ക് എരിവ് ചെറിയൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മധുരം, ഉപ്പ്, ഇതെല്ലാം പുളിയെല്ലാം നമ്മൾ നോക്കണം. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടെ പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കാം. ചെറിയ ബാലൻസിങ്ങിന് കുറച്ച് മധുരവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ രസം റെഡിയായി. ടാറ്റ.